താമരശ്ശേരിയിൽ ഫർണിച്ചർ നിർമ്മാണശാലയിൽ തീപിടുത്തം, തടി ഉരുപ്പടികളും മേൽക്കൂരയും കത്തി നശിച്ചു. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. നിഖിൽ, എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്? എന്താണ് നിലവിലെ സ്ഥിതി? ഗുഡ് മോർണിംഗ് ദിൽന. ഇന്ന് പുലർച്ചെ 4:30 കൂടിയാണ് ഈങ്ങാപ്പുഴയിൽ ഈ തീപിടുത്തം ഉണ്ടായത്. ഈങ്ങാപ്പുഴ കോടഞ്ചേരി റോഡിൽ പ്രവർത്തിക്കുന്ന കുഞ്ഞുകുളം സ്വദേശി ഹൈദറിന്റെ ഉടമസ്ഥതയിലുള്ള ഫർണിച്ചർ നിർമ്മാണശാലയിലാണ് തീ പടർന്നു പിടിക്കുന്നതായി പുലർച്ചെ അവിടെയുള്ള ആളുകൾ കാണുന്നത്. ഉടനെ തന്നെ ഫയർഫോഴ്സിനെയും മറ്റും വിവരമറിയിച്ചു. തടി ഉരുപ്പടികളും മേൽക്കൂരയും കത്തി നശിച്ചിട്ടുണ്ട്. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കപ്പെടുന്നുണ്ട്. മുക്കത്ത് നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. മര ഉരുപ്പടി ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇത് കത്തി പടർന്നു പിടിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് സംഘം എത്തുമ്പോഴേക്കും തന്നെ ഒരുപാടധികം തടി ഉരുപ്പടികൾ കത്തി നശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നുള്ളത് നിലവിൽ വ്യക്തമായിട്ടില്ല. ശരി, കോഴിക്കോട് താമരശ്ശേരിയിലാണ് സംഭവമുണ്ടായത്. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.